പെട്ടെന്നാണ് ഫാത്തിമയുടെ കണ്ണുകൾ ജോലിക്കാരികളുടെ അരികിൽ നിൽക്കുന്ന സൈനുവിൻ്റെ മുഖത്ത് തറഞ്ഞു നിന്നത്. ഫാത്തിമ ഓർമ്മയിൽ നിന്ന് തപ്പിയെടുക്കും പോലെ സൈനുവിനെ മൊത്തം നോക്കി. എന്നാൽ വാടിത്തളർന്ന് കോലം കെട്ടി നിന്നിട്ടും സൈനുവിനെ ഫാത്തിമ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. ഇത് സൈനുവല്ലേ? 10ാം ക്ലാസ്സിൽ തന്നെ പരിഹസിച്ച് കളിയാക്കിയിരുന്ന സുന്ദരിയായ ആ സൈനു. അതെ, ഇത് അവൾ തന്നെ. ഫാത്തിമ ഉറപ്പിച്ചുകൊണ്ട് അവളെ മൊത്തം നോക്കി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സൈനു വല്ലാതെ കോലം കെട്ടുപോയിട്ടുണ്ടല്ലോ. കണ്ണുകൾക്ക് നീലനിറം മാത്രമേ ഉള്ളൂ, തിളക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുഖത്ത് പണ്ട് കണ്ടിരുന്ന ആ പ്രസരിപ്പോ ഭംഗിയോ ഇല്ല. പണ്ട് കണ്ടിരുന്ന ആ അഹങ്കാരം പിടിച്ച മുഖം അല്ല. ഒരു പാവം പിടിച്ച സ്ത്രീയെപ്പോലുണ്ട് ഇപ്പോൾ. എന്തു പറ്റി സൈനുവിന്? ഫാത്തിമ വിശ്വസിക്കാനാവാതെ സൈനുവിനെ മൊത്തം നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഫാത്തിമയുടെ നോട്ടം നേരിടാനാവാതെ സൈനു വെപ്രാളത്തോടെ എങ്ങോട്ടെന്നില്ലാതെ നോക്കി നിന്നുപോയി. ഫാത്തിമ സൈനുവിൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. എന്നിട്ട് പുഞ്ചിരിയോടെ ചോദിച്ചു, സൈനു അല്ലേ? ആ ചോദ്യം കേട്ട് സൈനു നെട്ടിപ്പോയി. അവൾക്ക് അതേ എന്ന് ഉത്തരം പറയാൻ പോലുമായില്ല. റബ്ബേ, തനിക്ക് ഇവളുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലുമില്ല. എങ്ങനെ താൻ ഇവളുടെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടും? സൈനു അപ്പോൾ അങ്ങനെ മാത്രമാണ് ചിന്തിച്ചത്. സൈനു ഉത്തരം കൊടുക്കാൻ വൈകുന്നത് കണ്ട് അരികിലുണ്ടായിരുന്ന ജോലിക്കാരി സ്ത്രീയാണ് പറഞ്ഞത്, ആ വെള് സൈനു ആണ്, മോളറിയവളെ? പിന്നെ അറിയാതെ, ഫാത്തിമ പുഞ്ചിരിയോടെ പറഞ്ഞു. 10ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ചതാ സൈനു. മോളപ്പൻ പഠിച്ചാണോ? ജോലിക്കാരികൾ അത്ഭുത കണ്ണോടെ സൈനുവിനെയും ഫാത്തിമയെയും നോക്കുന്നു. സൈനുവിന് അതേ എന്നോ അല്ല എന്നോ പറയാനാവുന്നില്ല. എന്നാൽ ഫാത്തിമ പുഞ്ചിരിയോടെ പറഞ്ഞു, ഞങ്ങളൊപ്പം പഠിച്ചതാണ്. ഇവൾക്കെന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഫാത്തിമ അങ്ങനെ പറഞ്ഞ് സൈനുവിൻ്റെ 2 കൈകളും പിടിച്ച് ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി പറഞ്ഞു, എടീ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ഫാത്തിമയാണ്. 10ാം ക്ലാസ്സിൽ നീ ഇരുന്ന ബെഞ്ചിൻ്റെ ഒരറ്റത്ത് ഇരുന്നിരുന്ന ഫാത്തിമയാണ്. മനസ്സിലായില്ലേ? ഒന്ന് ഓർത്തു നോക്ക്. സൈനു നെഞ്ചു പൊട്ടലോടെ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുഖം ചലിപ്പിച്ചു. കാരണം ഇപ്പോൾ ഫാത്തിമയെക്കുറിച്ചറിയാൻ സൈനുവിന് ഓർക്കേണ്ട ആവശ്യം തന്നെ ഇല്ലായിരുന്നു. ഫാത്തിമ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സൈനുവിന് അവളെ എവിടെയോ കണ്ട പരിചയം പോലെ തോന്നിയതാണ്. പിന്നെ ജോലിക്കാരികളുടെ സംസാരത്തിൽ തൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച ഫാത്തിമയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ അതല്ല ഇപ്പോൾ സൈനുവിൻ്റെ സങ്കടം. പഠിക്കുന്ന കാലത്ത് ഫാത്തിമയെ കൂടെ കൂട്ടുകയോ ഫ്രണ്ട്ഷിപ്പോടെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടോ ഇല്ല. തന്നെ കൊണ്ട് കഴിയുന്നതും ഫാത്തിമയെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. അവൾക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കാനേ സൈനുവിനാവുന്നില്ല. അവൾ ചിന്തിച്ചു, ഫാത്തിമ തന്നെ ഒന്ന് അവഗണിക്കുന്നു പോലുമില്ലല്ലോ എന്ന്. വെസ്റ്റ് കൂട്ടുകാരിയെ കണ്ട മുഖഭാവത്തിലാണ് ഫാത്തിമ തന്നോട് സംസാരിക്കുന്നത്. തന്നെ അവഗണിക്കാനും പരിഹസിക്കാനുമുള്ള അവസരവും യോഗ്യതയും ഇന്ന് ഫാത്തിമയ്ക്കുണ്ട്. എന്നാൽ ഫാത്തിമയുടെ ചിന്തയിൽ അങ്ങനെയൊന്നുമില്ല. പണ്ട് സൈനു തന്നെ അവഗണിച്ച കാര്യങ്ങളെല്ലാം മറന്ന രീതിയിലാണ് ഫാത്തിമ പെരുമാറുന്നത്. എന്താടി സൈനു നിനക്ക് പറ്റിയത്? നീ വല്ലാതെ മാറിപ്പോയല്ലോ. നിനക്ക് എന്തു പറ്റി? സൈനു ഒരു ഉത്തരം പറയാനില്ലാതെ ഫാത്തിമയെ തന്നെ ഇങ്ങനെ നോക്കി. നീ എങ്ങനെ ഇവിടെ എത്തി സൈനു? ഫാത്തിമയുടെ അടുത്ത ചോദ്യം വന്നപ്പോൾ സൈനു എന്ത് പറയണമെന്നറിയാതെയായി.
നിന്റെ വീട്ടിൽ ജോലിക്കാരിയായിട്ടാണ് ഞാൻ വന്നതെന്ന് എങ്ങനെ അവളോട് പറയും? സൈനു വിങ്ങലോടെ ചിന്തിച്ചു. എന്നാൽ അടുത്തുള്ള ജോലിക്കാരികളിൽ ഒരുവൾ ആണ് അതിന് ഉത്തരം പറഞ്ഞത്. ഓള് ഞങ്ങളെപ്പോലെ ഇവിടെ വീട്ടുജോലി ചെയ്യാൻ വന്നതാ മോളെ. സൈനു അത് കേട്ട് ഉരുകിപ്പോയി. ഒന്ന് നിന്ന നിൽപ്പിൽ നിന്ന് ഭൂമിയിലേക്ക് താഴ്ന്നിരുന്നെങ്കിലെന്നവൾ ആശിച്ചു പോയി. എന്നാൽ ഫാത്തിമക്ക് അത് കേട്ട് വല്ലാത്ത അമ്പരപ്പാണ് വന്നത്. സൈനുവിൻ്റെ കോലവും വേഷവും തന്നെ കണ്ടപ്പോഴുള്ള സൈനുവിൻ്റെ മുഖത്തുണ്ടായ പിടച്ചിലും ഫാത്തിമ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സൈനു വല്ലാത്ത കഷ്ടത്തിലാണെന്നും ഫാത്തിമ അതോടൊപ്പം തന്നെ ഊഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സൈനുവിനെ വേദനിപ്പിക്കാൻ ചുയിന്ന് ചോദിക്കാനൊന്നും ഫാത്തിമ മുതിർന്നില്ല. അവൾ പുഞ്ചിരിച്ചു കൊണ്ട് വിഷയം മാറ്റി. അതൊക്കെ പോകട്ടെ, നമ്മൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞ് കാണുന്നവരാ. നിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സൈനു എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ചിന്തിച്ചു. തനിക്ക് എന്ത് വിശേഷമാണ് പറയാനുള്ളത്? തൻ്റെ അധികരിച്ച സൗന്ദര്യം കൊണ്ട് അഹങ്കാരം മൂത്ത് തനിക്ക് ഉണ്ടാവേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും താൻ തന്നെ ഇല്ലാതാക്കിയെന്നോ? ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിശേഷങ്ങൾ ഉള്ളതും പറയാനുള്ളതും ഇവൾക്കല്ലേ. എല്ലാ സൗഭാഗ്യങ്ങളും ഇവൾക്കാണുള്ളത്. പണ്ട് എല്ലാവരും തന്നെ ഹൂറിയെന്നായിരുന്നു വിളിച്ചിരുന്നത്. പക്ഷേ ഇന്ന് താനല്ല ഹൂറി, ഇവളാണ് ഹൂറി. സൈനു വിങ്ങലോടെ ഫാത്തിമയുടെ സൗന്ദര്യം ഒപ്പിയെടുത്ത് ചിന്തിച്ചു. സൈനു നോക്കി നിന്ന് നിർവികാരതയോടെ പുഞ്ചിരിക്കുന്നതല്ലാതെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ഫാത്തിമ വിടാൻ ഭാവമില്ലാതെ തിരക്കി. എന്താടി നീ ഒന്നും മിണ്ടാത്തെ? പണ്ട് വാ തോരാതെ സംസാരിച്ചിരുന്ന ആളായിരുന്നില്ലേ നീ? എന്തെങ്കിലും ഒന്ന് പറ. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാ 10ൽ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരിയെ കാണുന്നേ. തന്നോട് എനിക്ക് ഒരുപാട് ചോദിക്കാനും പറയാനുമുണ്ട് സൈനു. നിനക്കുമില്ലേ എന്നോട് ചോദിക്കാനും പറയാനൊക്കെ? അത് കേട്ട സൈനു വിങ്ങുന്ന നെഞ്ചോടെ പ്രകാശം നഷ്ടപ്പെട്ട തൻ്റെ കണ്ണുകൾ ഫാത്തിമയ്ക്ക് നേരെ ഉയർത്തി ഒരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു. സൈനുവിൻ്റെ വിഷാദം നിറഞ്ഞ പുഞ്ചിരിയും മൗനവും കണ്ട് ഫാത്തിമ പറഞ്ഞു, ശരി, വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ആട്ടെ, നിനക്കെത്ര കുട്ടികളുണ്ട്? അതെങ്കിലും പറയടി. ഫാത്തിമയുടെ ആ ചോദ്യം സൈനുവിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. റബ്ബേ, ഇതിന് താൻ എന്ത് ഉത്തരം കൊടുക്കും? ഫാത്തിമയുടെ പുഞ്ചിരിക്കുന്ന മുഖത്ത് കണ്ണ് നട്ട് നിൽക്കാനാവാതെ സൈനു നിന്ന് വെന്തുരുകി. അവളുടെ നെഞ്ചകം പിടഞ്ഞു കരയുന്നത് അവൾ ഉള്ളിൽ അറിയുന്നുണ്ടായിരുന്നു. ഉള്ളിലെ കരച്ചിൽ പുറത്തേക്ക് വന്നപ്പോൾ ഫാത്തിമയുടെ മുന്നിൽ നിന്ന് വിതുമ്പലടക്കാനും കണ്ണിൽ നിന്ന് കണ്ണീർ തുള്ളികൾ വരാതിരിക്കാനും പാടുപെടുകയായിരുന്നു സൈനു അപ്പോൾ. ഇവളാണ് ഹൂറി എന്ന കഥ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇവളാണ് ഹൂറി എന്ന കഥ കേട്ടവർക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള കഥകൾ ഇടാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ കഥ സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാം എൻ്റെ കഥ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.